ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ കഴിയാതെ ക്രാഷ് ആകാൻ പോയപ്പോൾ അടുത്ത നിമിഷം പൈലറ്റ് എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? വർഷം 2005 ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ അതിലെ മുൻപിലത്തെ ടയർ വേറെ ദിശയിലേക്ക് തിരിഞ്ഞുപോയി. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ഉടൻ തന്നെ ഈ കാര്യം കൺട്രോൾ റൂമിൽ അറിയിച്ചു. ഈ കാര്യം അറിഞ്ഞ എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്തെന്നാൽ വിമാനത്തിന്റെ ടയർ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ ലാൻഡ് ചെയ്താൽ ഉറപ്പായും ആ വിമാനം ക്രാഷ് ആകും. സാധാരണയായി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വിമാനത്തിലെ പൈലറ്റ് ഉറപ്പായും പേടിച്ചു പോകും. എന്നാൽ ഇവിടെ ജെറ്റ് ബ്ലൂ എന്ന വിമാനം പറത്തിയിരുന്ന സ്കോട്ട് ബർഗ് എന്ന പൈലറ്റ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഏകദേശം 2 മണിക്കൂറോളം സമയം ആ വിമാനത്തെ വിമാനത്താവളത്തിന് ചുറ്റും വെറുതെ പറത്തി അതിലെ ഇന്ധനം മുഴുവനും തീർത്തു. അതിനുശേഷം പെട്ടെന്ന് വിമാനം താഴെ ഇറക്കുന്നതിന് വേണ്ടി റൺവേക്ക് നേരെ പറന്നു വന്നു. ഈ സമയം വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 140 യാത്രക്കാർക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാ ജനങ്ങളും TV ലൈവായി കണ്ടുകൊണ്ടിരുന്നു. ഈ സമയം അദ്ദേഹം പതുക്കെ വിമാനം താഴെ ഇറക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം ആ വിമാനത്തിലെ മുൻവശത്തെ ടയർ മാത്രം തറയിൽ തട്ടാൻ അനുവദിച്ചില്ല. അതിനുശേഷം വിമാനത്തിന്റെ വേഗത കുറഞ്ഞതായി തോന്നിയപ്പോൾ അദ്ദേഹം മുൻപിലത്തെ ടയർ തറയിലിറക്കി. എന്നാൽ ഉടനെ തന്നെ ആ ടയർ തറയിലുരഞ്ഞ് കത്താൻ തുടങ്ങി. ആ സമയം വിമാനത്താവളത്തിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന എല്ലാവരെയും സേഫായി പുറത്തിറക്കി. അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ. ക്രാഷായി എല്ലാവരും മരണപ്പെടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ വിമാനത്തെ സേഫായി താഴെ ഇറക്കി എക്സ്പീരിയൻസ് എന്നത് എന്താണെന്ന് കാണിച്ചു തന്നു.